ആപ്പിൾ എന്ന കമ്പനിയെക്കുറിച്ച് ഫസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു പദമാണ് പ്രൈവസി. അന്നും ഇന്നും ആപ്പിളിന്റെ യുണീക് സെല്ലിംഗ് പോയിന്റും പ്രൈവസി ആയിരുന്നു. എന്നാൽ സത്യത്തിൽ ആപ്പിൾ നമ്മുടെ പ്രൈവസിയെ കുറിച്ച് അത്രത്തോളം കരുതലുള്ളവരാണോ? ആബ്സല്യൂട്ട്ലി നോ. എന്തുകൊണ്ട് ആബ്സല്യൂട്ട്ലി നോ? ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ആപ്പിളിന്റെ iOS 15 വന്നപ്പോൾ അതിൽ ഒരു മേജർ ഫീച്ചർ ഉണ്ടായി. നിങ്ങളുടെ ഫോട്ടോസ് ആപ്ലിക്കേഷന്റെ അകത്തുള്ള ഫോട്ടോസ് എല്ലാം ആപ്പിൾ സ്കാൻ ചെയ്ത് അതിനകത്ത് ചൈൽഡ് പോർണോഗ്രഫി ബന്ധമായിട്ട് എന്തെങ്കിലും ഫോട്ടോസ് ഉണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോനെ ഫ്ലാഗ് ചെയ്യുകയും അത് ഗവൺമെന്റ് അടുത്ത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അല്ല, അത് ആക്ച്വലി നല്ല കാര്യമല്ലേ? കാരണം ചൈൽഡ് പോർണോഗ്രഫി എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ചെയ്യുന്നവരെ കണ്ടുപിടിക്കുക, റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് ആക്ച്വലി എ ഗുഡ് തിങ് അല്ലേ? പക്ഷേ നമ്മുടെ ഐഫോണിലുള്ള ഓരോ ഫോട്ടോസും ആപ്പിൾ അനലൈസ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു കൺക്ലൂഷനിലേക്ക് ആപ്പിൾ എത്തുന്നത്. സോ ഓരോ ഫോട്ടോവും ആപ്പിളിന്റെ റേഡാറിന്റെ അടിയിലാണ്, അഥവാ നമ്മൾ പോലും അറിയാതെ ആപ്പിൾ നമ്മളുടെ ഒരു നോട്ടം വെക്കുന്നുണ്ട്. സത്യത്തിൽ നിങ്ങൾ വിചാരിക്കുന്നത് സ്റ്റീവ് ജോബ്സ് അന്ന് തുടങ്ങി വെച്ച ഇന്നോവേഷന്റെ ആപ്പിൾ ആയിരിക്കും ഇനിയുള്ള ഫ്യൂച്ചർ എന്ന് വിചാരിച്ചാൽ അത് തെറ്റി. ആക്ച്വലി ആപ്പിളിന്റെ ഏറ്റവും വലിയ പ്ലാൻ എന്ന് പറയുന്നത് ഡിസംബർ 18, 2020 ടിം കുക്ക് ട്വിറ്ററിൽ ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ടായി. സോ ആ ട്വീറ്റിൽ iOS 14.5 വന്നിരിക്കുന്ന ഒരു മേജർ ചേഞ്ചിനെയാണ് അഡ്രസ്സ് ചെയ്തത്. അതായത് ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഇനി തൊട്ട് ഐഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളെ ട്രാക്ക് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊണ്ടുവന്നിരുന്ന ട്വീറ്റ്. ആൻഡ് ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ട്രാക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ പലർക്കും പേടിയാണ്. പക്ഷേ ആ ട്രാക്കിങ്ങിലൂടെ മാത്രമാണ് പല ആപ്ലിക്കേഷൻസും നിലനിന്ന് പോകുന്നത്. അതുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ട്രാക്ക് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചൂസ് ചെയ്യാൻ പോകുന്ന ഒരു ഓപ്ഷൻ ഡു നോട്ട് ട്രാക്ക് എന്നാണ്. ആൻഡ് അമേരിക്കയിൽ ഏകദേശം 63% ആൾക്കാരും അത് തന്നെയാണ് ചൂസ് ചെയ്തത്. ഇത് കാരണം തന്നെ മേജർ ആയിട്ടുള്ള ലോസുകൾ പല ആപ്ലിക്കേഷൻസിലും സംഭവിച്ചത്. പക്ഷേ ആ ഒരു ട്വീറ്റിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഫേസ്ബുക്ക് ആപ്ലിക്കേഷനെ എടുത്തു പറഞ്ഞിട്ടുണ്ടായി. അതായത് ഒരു ആപ്ലിക്കേഷൻ നിങ്ങളെ ട്രാക്ക് ചെയ്യുന്നത് പ്രൈവസി കൺസേൺ ആണ് എന്നും അത് ട്രാക്ക് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതിന്റെ ചോയ്സ് ആപ്പിൾ തരുന്നുണ്ട് എന്നും, എന്നാൽ ഫേസ്ബുക്ക് നിങ്ങളെ ഇപ്പോഴും ട്രാക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിന്റെ മേളിലേക്ക് ഒരു ബാഡ് ലൈറ്റ് ഇടുവാണ് ആ ഒരു ട്വീറ്റ് ചെയ്തത്. ഇങ്ങനെ പബ്ലിക്കായിട്ട് ടിം കുക്ക് ഫേസ്ബുക്കിനെ ആക്കിയതിന്റെ കാരണം വേറൊന്നുമല്ല, ഫേസ്ബുക്കും ആപ്പിളും തമ്മിൽ വലിയൊരു അടി പണ്ട് തൊട്ടേ നടക്കുന്നുണ്ടായി. നിങ്ങൾക്കറിയാമോ, ആപ്പിളിന്റെ ആപ്പ് സ്റ്റോറിലുള്ള ഓരോ ആപ്ലിക്കേഷൻസിന്റെ അകത്ത് നടക്കുന്ന മൈക്രോ ട്രാൻസാക്ഷൻ, ഇപ്പോൾ ഗെയിം ആണെങ്കിൽ ഗെയിമിനകത്ത് നിങ്ങൾ സ്കിൻസ് മേടിക്കുന്നു, പുതിയ എക്യുപ്മെന്റ്സ് മേടിക്കുന്നു, ഈ ഓരോ ട്രാൻസാക്ഷനും 30% ആപ്പിളിന് ആപ്പിൾ ടാക്സ് ആയിട്ട് കൊടുക്കണം. സോ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതിനകത്ത് 100 രൂപയ്ക്കാണ് നിങ്ങളൊരു സ്കിൻ വിൽക്കുന്നതെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും 100 രൂപയ്ക്ക് സ്കിൻ മേടിച്ചാൽ 70 രൂപയെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ബാക്കി 30 രൂപ ആപ്പിൾ കൊണ്ടുപോകും. ആൻഡ് ആ ഒരു 30 രൂപ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. എന്നാൽ ഇന്നേ വരെയും ഫേസ്ബുക്ക് 1 രൂപ പോലും ആപ്പിളിന് കൊടുക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഫേസ്ബുക്ക് പറയുന്നത് ഞങ്ങൾ അഡ്വർടൈസ്മെന്റ്സ് മാത്രമല്ലേ കാണിക്കുന്നുള്ളൂ, ആരും തന്നെ ഞങ്ങളുടെ ആപ്ലിക്കേഷൻസിൽ നിന്ന് ഒരു മൈക്രോ ട്രാൻസാക്ഷൻ നടത്തുന്നില്ല, സോ എന്തിന് ഞങ്ങൾ കാശ് തരണം? ആൻഡ് ഈ ഒരു കാര്യം പണ്ട് തൊട്ടേ ആപ്പിളിന് ഇഷ്ടമല്ല. സോ ആപ്പിളിന് എങ്ങനെയെങ്കിലും ഫേസ്ബുക്കിന്റെ കയ്യിൽ നിന്ന് കാശ് എടുക്കണം, അല്ലെങ്കിൽ ഫേസ്ബുക്കിനെ മൊത്തത്തിൽ അങ്ങ് അഴിക്കണം. സോ ഈ ഒരു അവസരത്തിൽ ഒന്നാമതേ ഫേസ്ബുക്ക് പ്രൈവസി ഇഷ്യൂസ് ഉണ്ട്, ഫേസ്ബുക്ക് നിങ്ങളെ ട്രാക്ക് ചെയ്യുന്നു എന്നുള്ള നെഗറ്റീവ് ലൈറ്റിലിരിക്കുന്ന ഈ സമയത്ത് ആപ്പിൾ ഞങ്ങൾ നിങ്ങളെ പ്രൈവസി കൂട്ടാനായിട്ട് ട്രാക്ക് ചെയ്യരുത് എന്നുള്ളൊരു ഓപ്ഷൻ കൂടെ തരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ആൻഡ് ഫേസ്ബുക്കിന്റെ മേത്ത് ഭയങ്കര ഹേറ്റും സ്പ്രെഡ് ചെയ്തു. ആ ഒരു സിറ്റുവേഷനെ ആപ്പിൾ അഡ്വാൻറ്റേജ് എടുത്തു. ആക്ച്വലി ഫേസ്ബുക്ക് മാത്രമല്ല ടാർഗറ്റഡ് അഡ്വർടൈസ്മെന്റ്സ് വെച്ച് റൺ ചെയ്യുന്നത്, ഈവൻ ട്വിറ്ററും അതേപോലെയൊക്കെ തന്നെയാണ് ഓടുന്നത്. ആൻഡ് ഈ ഒരു ഡിസിഷൻ കാരണം ആപ്പിളും ഫേസ്ബുക്കും ട്വിറ്ററും തമ്മിലുള്ള ബന്ധം തന്നെ ഇല്ലാണ്ടായി. ഓക്കെ, അപ്പം നമ്മൾ വിചാരിക്കും അയ്യോ ആപ്പിൾ പോലത്തെ വലിയ കമ്പനിയും ട്വിറ്ററും അതേപോലെ ഫേസ്ബുക്കും പോലത്തെ വലിയ കമ്പനിയായിട്ടുള്ള റിലേഷൻഷിപ്സ് ഒക്കെ ബാഡ് ആയി പോകുന്നത് ഭയങ്കര പ്രശ്നമല്ലെന്ന് വെച്ചാൽ അല്ല, ഇത് തന്നെയാണ് ആപ്പിളിന്റെ ഉദ്ദേശവും. സോ ആപ്പിൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഫേസ്ബുക്ക് പുറത്തു നിന്നും വന്നിരിക്കുന്ന ഒരാളാണ്, അദ്ദേഹം നിങ്ങളുടെ ഡേറ്റ ട്രാക്ക് ചെയ്താൽ എന്താണ് ചെയ്യാൻ പോണേ എന്ന് ആപ്പിളിന് അറിയില്ല. അതേപോലെ ട്വിറ്ററും പുറത്തുനിന്ന് വന്നിരിക്കുന്നതാണ്, ട്വിറ്റർ എന്താ ചെയ്യുന്നത് നമുക്കറിയില്ല. പക്ഷേ നമ്മൾ ആപ്പിളാണ്, നിങ്ങളും നമ്മളും കൂട്ടുകാരാണ്, നിങ്ങളുടെ പ്രൈവസിയാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ ട്രാക്ക് ചെയ്താലും പുറത്താർക്കും പറഞ്ഞു കൊടുക്കില്ല. അതുകൊണ്ട് ഞങ്ങളെ വിശ്വസിക്കാം, ഇനി ഞങ്ങൾ നിങ്ങളെ ട്രാക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞ് ആപ്പിൾ സ്വന്തമായിട്ടുള്ള ഒരു അഡ്വർടൈസിങ് സർവീസ് കമ്പനിയായിട്ട് മാറാനുള്ള പുറപ്പാടിലാണ്. ആൻഡ് ഈ ഒരു അഡ്വർടൈസിങ് സർവീസസിലുള്ള ഏറ്റവും മേജർ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് ആണ് എന്നുള്ളത് കൊണ്ട് പ്രൈവസിയുടെ പേരിൽ ഫേസ്ബുക്കിനെ പുറത്താക്കാൻ ആപ്പിൾ ആ ഒരു മോണോപ്പൊളി കൊണ്ടുവരിക. സോ ഫേസ്ബുക്ക് ഇത് കേട്ടപാടെ തന്നെ ഫേസ്ബുക്കിന് ദേഷ്യം വന്നു. പക്ഷെ നേരിട്ട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഫേസ്ബുക്ക് പറഞ്ഞത് ഞങ്ങൾ മാത്രമല്ല ഇതുകൊണ്ട് എഫക്റ്റ് ആവുന്നത്, ഞങ്ങളുടെ താഴെയും അതേപോലെ തന്നെ മറ്റ് പല സ്മോൾ ബിസിനസ്സുകളും ടാർഗറ്റഡ് അഡ്വർടൈസ്മെന്റ്സ് വെച്ച് മാത്രമാണ് ഓടുന്നത്, അവരെയും കൂടെയാണ് നിങ്ങൾ ഇല്ലാതെയാക്കുന്നത്. അതുകൊണ്ട് ഒരുത്തൻ ബൈക്ക് മേടിക്കാനായിട്ട് ബൈക്ക് സെർച്ച് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കാറിന് അഡ്വർടൈസ്മെന്റ്സ് വരുന്നു, ഒരുത്തൻ സ്മാർട്ട് ഫോൺ മേടിക്കാൻ പോകുമ്പോൾ ആൾക്ക് റെഫ്രിജറേറ്ററിന്റെ അഡ്വർടൈസ്മെന്റ് വരുന്നു, ഒരുത്തൻ ഡിപ്രഷൻ ഇല്ലാതാക്കാനായിട്ട് എന്തൊക്കെ
വഴികളാണ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് സ്റ്റൂളും അതേപോലെ തന്നെ ഫാനും കയറും കാണിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ പോയാൽ ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ള സാധനത്തിന്റെ അഡ്വർടൈസ്മെന്റ്സ് എത്തുകയില്ല, അതിലൂടെ ബിസിനസ്സും ഉണ്ടാവില്ല. സോ ഇത് സ്മോൾ ബിസിനസ്സിനെ വല്ലാണ്ടങ്ങ് എഫക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞ് ആപ്പിളിനെതിരെ ഫേസ്ബുക്ക് ഒരു കേസ് കൊടുത്തു. സത്യം പറഞ്ഞാൽ ഈ ഒരു ട്രാക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ പേടിക്കുന്ന പോലെ അത്ര വലിയ സംഭവമല്ല. ഇവർ ആക്ച്വലി നമ്മുടെ ഓരോരുത്തരുടെയും ഡേറ്റ അല്ല കൊടുക്കുന്നത്, മറിച്ച് സിമിലർ ആയിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവരുടെ ഡേറ്റ എല്ലാം കളക്ട് ചെയ്ത് ഒരു യുണീക്ക് അനോണിമസ് ഐ ഡി ഉണ്ടാക്കിയിട്ട് ആ ഒരു ഐ ഡിയാണ് അഡ്വർടൈസിങ് കമ്പനീസ് സെർവ് ചെയ്തിട്ട് അവർ അതിനനുസരിച്ചുള്ള ടാർഗറ്റഡ് ആഡ്സ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് അയക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പേഴ്സണൽ ഡാറ്റ നിങ്ങളെ പേഴ്സണലായിട്ട് നിങ്ങൾ ഇവിടെ പോകുന്നു അവിടെ പോകുന്നുള്ള ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിലും കമ്പനികൾക്ക് കൈമാറുന്നത് കളക്റ്റീവ് ഡേറ്റയാണ്. പക്ഷേ ഈ ഒരു കാര്യത്തെ ആൾക്കാരിൽ എത്തിക്കാതെ നിങ്ങളെ ട്രാക്ക് ചെയ്യുന്നുണ്ട്, സോ നിങ്ങളുടെ പ്രൈവസി പോകുന്നുണ്ട് എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ആണ് ആപ്പിൾ എടുക്കുന്നത്. എന്നാൽ മറുവശത്ത് ആപ്പിൾ ആണെങ്കിൽ ആപ്പ് സ്റ്റോറിൽ അഡ്വർടൈസ്മെന്റ്സ് കാണിക്കുന്നു, ന്യൂസ് ആപ്പിൽ അഡ്വർടൈസ്മെന്റ്സ് കാണിക്കുന്നു, സ്റ്റോക്സ് ആപ്പിൽ അഡ്വർടൈസ്മെന്റ്സ് കാണിക്കുന്നു. എന്തിന്? ഇനി മുതൽ ആപ്പിളിന്റെ മാപ്സിൽ പോലും അഡ്വർടൈസ്മെന്റ്സ് വരാനായിട്ട് പോകുന്നുണ്ട്. എന്തിന്? പ്രൈവസിയാണ് ഞങ്ങളുടെ മെയിൻ എന്ന് പറയുന്ന ആപ്പിൾ കഴിഞ്ഞ ദിവസം ഒരു ജോബ് പോസ്റ്റിംഗ് വിട്ടിട്ടുണ്ടായി. എന്തിനാണ്? സീനിയർ പ്രൊഡക്റ്റ് മാനേജർ ഫോർ ആപ്പിളിന്റെ അഡ്വർടൈസിംഗ് സർവീസസിന് വേണ്ടിയിട്ട്. പ്രൈവസി ആൻഡ് അഡ്വർടൈസിംഗ് രണ്ടും രണ്ട് കോർണർ, രണ്ട് എക്സ്റ്റൻസ് ആണ്, ഓപ്പോസിറ്റ് കാര്യങ്ങളാണ്. ഞങ്ങൾ നിങ്ങളുടെ പ്രൈവസി കാത്തു സൂക്ഷിക്കുന്നു, ഞങ്ങൾ ആർക്കും ഡേറ്റ വിൽക്കാനായിട്ട് പോകുന്നില്ല. എന്നാൽ മറുഭാഗത്തോ ഞങ്ങൾ അഡ്വർടൈസിംഗ് തുടങ്ങാൻ പോവുകയാണ്, മറ്റുള്ളവർക്ക് ഡേറ്റ വിറ്റ് ഞങ്ങൾ നിങ്ങൾക്ക് അഡ്വർടൈസ്മെന്റ്സ് കാണിച്ചു തരാനായിട്ട് പോവുകയാണ്. ഫേസ്ബുക്ക് മാത്രമല്ല ആപ്പിളായിട്ട് അടി ഉണ്ടാക്കുന്നത്. അന്ന് ഫോർട്ട്നൈറ്റ് ഗെയിം ആപ്പ് സ്റ്റോറിൽ നിന്ന് എടുത്തു കളഞ്ഞ ആ ഒരു എപ്പിക് ഗെയിംസിന്റെ അടി. എപ്പിക് ഗെയിംസ് പറഞ്ഞത് നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. അതായത് ഞങ്ങളുടെ ഗെയിമിനകത്ത് സ്കിന്നുകൾ വിൽക്കുന്നുണ്ട്, സോ ഞങ്ങൾ ആപ്പ് സ്റ്റോറിൽ നിന്ന് വിൽക്കുകയാണെങ്കിൽ 30% നിങ്ങൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ഗെയിമിൽ ഞങ്ങൾ പുറത്തെ വെബ്സൈറ്റിൽ നിന്ന് ഒരാൾ സ്കിന്ന് മേടിക്കുകയാണെങ്കിൽ ആ ഒരു സ്കിന്നും കൂടെ ഞങ്ങളുടെ ഗെയിമിൽ ഉപയോഗിക്കാനായിട്ട് സമ്മതിക്കണം എന്നാണ് പറഞ്ഞത്. ആപ്പിൾ പറഞ്ഞു പറ്റില്ല, നിങ്ങൾ പുറത്തുനിന്ന് വിൽക്കണ്ട, ഞങ്ങളിലൂടെ വിറ്റാൽ മതി, മൈക്രോ ട്രാൻസാക്ഷൻസ് നടത്തി ഞങ്ങൾക്ക് 30% തന്നിട്ട് ബാക്കിയുള്ള കാശ് നിങ്ങൾ എടുത്താൽ മതി എന്നുള്ളൊരു അടിയായിട്ടാണ് അവസാനം ഫോർട്ട്നൈറ്റ് എടുത്ത് കളയേണ്ടിയൊക്കെ വന്ന ആ ഒരു സീൻ അവിടെ ഉണ്ടായത്. ഇനി അഥവാ നിങ്ങൾ 30% ആപ്പിൾ ടാക്സ് കൊടുക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ, ആപ്പിൾ ആപ്ലിക്കേഷൻ എടുത്ത് കളയാനും പറ്റില്ല എന്നുണ്ടെങ്കിൽ, ആപ്പിൾ ചെയ്യുന്ന വേറൊരു പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ആപ്പിന് അപ്ഡേറ്റ്സ് കൊടുക്കൂലേ. ഈ ഒരു അപ്ഡേറ്റ്സ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അപ്ഡേറ്റിൻ്റെ ഒരു ഫയൽ ഉണ്ടാക്കുന്നു, അത് ആപ്പിളിന് അയക്കുന്നു, ആപ്പിൾ റിവ്യൂ ചെയ്തിട്ടാണ് ആപ്പ് സ്റ്റോറിൽ അപ്ഡേറ്റ് ആയിട്ട് കൊടുക്കുന്നത്. എന്നാൽ ആപ്പിൾ ചെയ്യുന്നത്, നിങ്ങൾ 30% കാശ് തരില്ലേ, നിങ്ങൾ ഞങ്ങൾക്ക് റിവ്യൂ ചെയ്യാനായിട്ട് തന്നോളൂ, ഞങ്ങൾ റിവ്യൂ ചെയ്തുകൊണ്ടേയിരിക്കും, കാലങ്ങളോളം റിവ്യൂ ചെയ്യും, അതൊരിക്കലും നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് വരികയില്ല. അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അപ്ഡേറ്റ് ഒന്നും സമയത്തിനെത്തില്ല. സോ കാശ് തരൂ, നിങ്ങൾ കാശ് ഉണ്ടാക്കിയാൽ മതി. സോ വളരെ വിഷമത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത്. യെസ്, നമ്മുടെ സ്റ്റീവ് ജോബ്സ് കണ്ടിരുന്ന ഇന്നോവേഷൻ്റെ ആപ്പിൾ ഓരോ പ്രാവശ്യം ഓരോ സാധനങ്ങൾ ലോഞ്ച് ചെയ്യുമ്പോഴേക്കും നമ്മുടെ എക്സൈറ്റ് ചെയ്ത് സർപ്രൈസ് ചെയ്ത് അടുത്ത എന്തൊക്കെ ഇന്നോവേഷൻ കൊണ്ടുവരും, അതെന്തൊക്കെയാണ് ആൻഡ്രോയിഡ് കോപ്പി അടിക്കാൻ പോകുന്നത് എന്ന് കാത്തിരുന്ന ആപ്പിൾ ഇപ്പോൾ ഒരു മൾട്ടി ബില്യൺ കോർപ്പറേറ്റ് അഡ്വർടൈസിങ് കമ്പനിയായിട്ട് മാറുന്ന ഒരു വഴിയിലാണ്. കൂട്ടത്തിൽ അവരുടെ പേരൊന്ന് കൂട്ടാനായിട്ട് പ്രൈവസിയുടെ പേരിൽ കുറച്ച് ഐഫോണുകൾ കാശുണ്ടാക്കാൻ വേണ്ടി വിൽക്കുന്നു. ആൻഡ് അതും അവർക്ക് ഇഷ്ടമുള്ള കാശ് പറയുന്നു. പാവം ആപ്പിൾ ഫാൻ ബോയ്സ് എന്ത് വില കൊടുത്തും അത് വാങ്ങിക്കുന്നു എന്നുള്ളൊരു സത്യമാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. സോ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വീഡിയോ കുറിച്ച് തോന്നിയത്? നിങ്ങൾക്ക് എന്താണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് തോന്നിയതെന്ന് ഡെഫിനറ്റ്ലി കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.